കണ്ടശങ്കടവ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ആലപ്പാടൻ ചുണ്ടന്. ചുരുളൻ എ ഗ്രേഡിൽ ഗരുഡനും ബി ഗ്രേഡിൽ വടക്കുംപുറത്തിനുമാണ് ഒന്നാം സ്ഥാനം. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്കായി കനോലി കനാലിൽ നടന്ന കണ്ടശങ്കട ജലോത്സവത്തിൽ എടത്ത ബോട്ട് ക്ലബിന്റെ ആലപ്പാടൻ ചുണ്ടൻ ഒന്നാം സ്ഥാനം നേടി. സൗത്ത് പറവൂർ ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരിക്കാണ് രണ്ടാം സ്ഥാനം. 2 ചുണ്ടൻ വള്ളങ്ങളുടെ പ്രദർശന മത്സരമാണ് നടന്നത്. ചുരുളൻ എ ഗ്രേഡിൽ സംഘം ബോട്ട് ക്ലബിന്റെ ഗരുഡൻ ഒന്നാം സ്ഥാനവും പെരിങ്ങോട്ടുകര BBC വെണ്ണക്കൽ കടവിന്റെ താണിയൻ രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി. ചുരുളൻ വള്ളം ബി ഗ്രേഡ് ഒന്നാം സ്ഥാനം, മുപ്പട്ടിത്തറ ബോട്ട് ക്ലബിന്റെ വടക്കുംപുറം ഒന്നാം സ്ഥാനവും നടുവിൽക്കര NKBCയുടെ തട്ടുകത്തമ്മ രണ്ടാം സ്ഥാനവും നേടി. സ്നേഹപൂർവ്വം പ്രിയപ്പെട്ടവരെ, മത്സരത്തിലേക്ക് വരാം. നമ്മുടെ ഹനുമാൻ യുവശക്തി പുളിയന്തിരുത്തിന്റെ കൈക്കരുത്തിൽ ക്യാപ്റ്റൻ ബിനീഷ് സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 എന്തൊരു മത്സരം! ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് എത്ര ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഒരൽപ്പം മുമ്പിലാണോ? ഇല്ല, ഒപ്പമുണ്ട് അഴകിന്റെ തമ്പുരാട്ടിക്കുട്ടി പൊന്നിടത്തമ്മ നമ്പർ 1. ഇനിയും ട്രാക്ക് ദൂരം പിന്നിടാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരൽപ്പം മുമ്പിലേക്ക് AKG ബോട്ട് ക്ലബിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. ഇല്ല, വടക്കൻ ബ്രദേഴ്സിന്റെ പൊന്നിനത്തമ്മ നമ്പർ 1. ഇതാ അവസാന കുറ്റിയിലേക്ക് എടുക്കുമ്പോൾ ശക്തമായി തുഴകളെറിഞ്ഞുകൊണ്ട് എത്രയോ മാസത്തെ പരിശീലനത്തിനൊടുവിൽ ഇന്ന് ഈ കണ്ടശാങ്കടവ് ജലോത്സവത്തിലെ ഈ ചീഫ് മിനിസ്റ്റർ ട്രോഫി മാറോടണച്ച് ചുംബിക്കാൻ 4 ജലരാജാക്കന്മാർ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന 2026 കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ തിരശീല വീഴ്ത്തിക്കൊണ്ടുള്ള എ ഗ്രേഡ് ജലരാജാക്കന്മാരുടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ അതാ ഗരുഡൻ തന്നെ ഒരൽപ്പം മുമ്പിലേക്ക് അങ്ങനെ കുതിച്ചു പായുമ്പോൾ വീണ്ടും കണ്ടശാങ്കടവ് ജലോത്സവ ട്രാക്കിന് മീതെ ഗരുഡൻ പറന്നിറങ്ങുകയാണോ? എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നല്ല മഞ്ഞ ജേഴ്സിയൊക്കെ അണിഞ്ഞ് മത്സരത്തിന്റെ പോരാട്ട വീര്യം ഓരോ ജലോത്സവ പ്രേമികൾക്കും സമ്മാനിച്ചുകൊണ്ട് ഗരുഡൻ അങ്ങനെ കുതിച്ചു പായുമ്പോൾ ഒപ്പം പിടിക്കാൻ താണിയന്റെ ഗ്രേറ്റ് ഉണ്ട്. അതോടൊപ്പം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. 33 മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്തത് മുതലുള്ള 9 ജലരാജാക്കന്മാര് മാറ്റുരക്കുന്ന മത്സരമാണ് CBLന്റെ മത്സരം. ആ മത്സരത്തിലെ 9 ജലരാജാക്കന്മാർ മാറ്റുരക്കുന്ന ആ ചുണ്ടൻ വള്ളങ്ങളുടെ തീപാറുന്ന മത്സരം. 2 ചുണ്ടൻ വള്ളങ്ങൾ ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 70-നും 85-നും ഇടയിലുള്ള ആളുകൾ, നിലക്കാരുണ്ട്, താളക്കാരുണ്ട്, വിസിലൂത്തുന്നവരുണ്ട്. ആവേശത്തിന്റെ മുൾമുലയിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. തൂവാല താളം കൊടുക്കുന്ന നമ്മുടെ 5 അമരക്കാര് നെടും പങ്കായം കൊണ്ട് അവരുടെ കുത്തിയേറ് കണ്ടില്ലേ? എന്തൊരു വരവ് ആലപ്പാട നമ്മുടെ! എന്തൊരു വരവാണ് ജവഹർ തായങ്കരി! എന്തൊരു വരവാണ്! ആവേശത്തിന്റെ മുൾമുലയിലേക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയിക്കൊണ്ട് എന്തൊരു മത്സരം! ഘോഷയാത്രയിൽ ഹനുമാനും അച്ചടക്കമുള്ള ടീമായി പമ്പാവാസനയും തെരഞ്ഞെടുത്തു. നീന്തൽ മത്സരത്തിൽ ആദിത്യ നാരായണൻ ഒന്നാം സ്ഥാനവും അജിൽ രാജ്, അതുൽ രാജ് എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. വെള്ളത്തിൽ കിടന്നുകൊണ്ട് നീന്തൽ ശയനം നടത്തിയ CS ദർശ്, CS ഐറിഷ്, CM അദ്വൈത് എന്നിവരെ ആദരിച്ചു. ജലോത്സവം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടിയിട്ടാണ് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പിന്തുണയോടുകൂടി സാമ്പത്തിക പരാധീനതയ്ക്കൊരു പരിഹാരം കണ്ടെത്തുകയും അന്നത്തെ MP ശ്രീ PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ സാമ്പത്തിക പരാധീനതയ്ക്ക് പരിഹാരമാകുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും 2011 മുതൽ ഔദ്യോഗികമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിൻ ട്രോഫി എന്ന നിലയിൽ തന്നെ നാമകരണം ചെയ്യപ്പെടുകയും കണ്ടശാങ്കടവ് ജലോത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലോത്സവമായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായി. കണ്ടശാങ്കടവ് ജലോത്സവം നടക്കുന്ന ജെട്ടിയിൽ തന്നെ ഏതാനും മുറികളോട് കൂടിയ ഒരു സ്ഥിരം പവലിയനും മറ്റുമൊക്കെ തന്നെ ഇവിടെ അതിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ PA മാധവേട്ടൻ ഇവിടെ MLA ആയിരുന്ന കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ 2 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മലരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ ഭാഗമായ സാമ്പത്തിക സഹകരണത്തോടു കൂടി അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജില്ലാ പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ഒക്കെ പിന്തുണയും ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹകരണത്തോടു കൂടിയൊക്കെ ഇന്ന് ഈ ജലോത്സവം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. അത് കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ കണ്ടശാങ്കടവ് ജലോത്സവത്തിനെ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഇവിടെ സംഘാടകരിൽ പലരും ഇപ്പോൾ വേദിയിൽ വെച്ചുകൂടി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ കണ്ടശാങ്കടവ് ജലോത്സവത്തെ കൂടി ഇപ്പോൾ ജില്ലാ പ്രൊമോഷൻ കൗൺസിലും ജില്ലാ ടൂറിസം കൗൺസിലൊക്കെ അതിനെ ആ തരത്തിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ
പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നതിന് വേണ്ടുന്ന ഇടപെടലിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കണ്ടശാങ്കടവ് ജലോത്സവത്തിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ വള്ളങ്ങൾക്കും മത്സരത്തിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, റൂറൽ SP നജിമുദ്ദീൻ, BN സുർജിത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജ്യോതിലക്ഷ്മി വസന്തൻ, ക്ലെമന്റ് ഫ്രാൻസിസ്, CM നൌഷാദ്, PI സജിത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിജി മോഹൻദാസ്, CK കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് വള്ളംകളി നമ്മുടെ കേരള ടൂറിസത്തിന്റെ കലണ്ടറിലേക്കൊക്കെ വരാൻ സാധിക്കുന്ന അതിന് മാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു വള്ളംകളി കൂടിയാണ് ഇത്. കൊളുത്തിട്ടുള്ളില് വലിച്ച മാതിരി തരിച്ചു നിന്നടി ഞാന്, കടക്കണ്ണൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും, കടിച്ച കള്ളൻ പണി പറ്റിച്ചെടി കുടുങ്ങിപ്പോയടി ഞാന്, ഉള്ളൊരുകണ ഉറക്കമില്ലടി മയക്കം വരണ നേരം, കണ്ണിലിപ്പോഴും നിഴലടിക്കണ കറുത്ത കള്ളന്റെ മോര്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് സമ്മാനദാനം നിർവഹിച്ചു. ചുരുളൻ A grade second. ഓക്കെ ഒന്ന് ഇറങ്ങി നിൽക്കൂ. ഓക്കെ, താങ്ക് യു. ചൂണ്ടൻ വെള്ളം ഫസ്റ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഫസ്റ്റ് 15 ആലപ്പാടൻ.